മൂന്നാം വാരവും നമ്മുടെ അനുമോളുടെ കരച്ചിൽ നാടകം തുടരുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളും ഇത് തന്നെയാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയും അത് തന്നെയാണ് കാണാൻ പോകുന്നതും എന്ന് തോന്നുന്നു. കാരണം പ്രൊമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ രണ ഫാത്തിമയും അതുപോലെ തന്നെ അനുമോളും കൂടി അടിയും ബഹളങ്ങളും കിച്ചണിൽ വെച്ച് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീണ്ടും സൈഡിൽ പോയി കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അനുമോളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചകളും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെയൊക്കെ പുറകെ നടന്ന് ചൊറിയും, എന്നിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് പോയിരുന്ന് കരച്ചിൽ നാടകം. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് പ്രേക്ഷകരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അനുമോളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുൻ ബിഗ് ബോസ് താരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകും മുൻപ് പലരുടെയും അഭിപ്രായങ്ങളും അവരുടെ അഡ്വൈസ് ഒക്കെ നേടി വന്നതാണെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള കുറേ മണ്ടന്മാരായിട്ടുള്ള കുറേ പ്രേക്ഷകരൊക്കെ പുറത്തുണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിൽ കുറച്ച് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. കുറച്ച് കരച്ചിൽ നാടകം നടത്തി കഴിഞ്ഞാൽ അത് റിയൽ ആയിരിക്കും. അതുപോലെ തന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതങ്ങ് വിശ്വസിക്കും. കുറേ കുടുംബ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എപ്പിസോഡുകളിൽ പല പോർഷൻസും കട്ട് ചെയ്തെത്തുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് വരികയും കരഞ്ഞു നടക്കുന്ന ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കുറേ പ്രേക്ഷകരെത്തുമെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അങ്ങോട്ട് പോയി ചൊറിഞ്ഞും, അല്ലെന്നുണ്ടെങ്കിൽ ആരുമായിട്ടെങ്കിലും ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ശരിയായിട്ടും കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അങ്ങോട്ട് ആദ്യം കയറി ഹെഡ് ചെയ്ത് സംസാരിച്ചിട്ട് അവർ നല്ല രീതിയിൽ തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റർ അവസാനിപ്പിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കാതെ മാറിപ്പോകണം. ഇത് അതിനകത്ത് പോയി കുത്തിത്തിരികി കയറി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം അനുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന പേഴ്സണും തിരിച്ച് വേണ്ടതൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞ് പിന്നെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ ആഴ്ച തുടക്കം തന്നെ അനുമോളുടെ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ കരച്ചിൽ നാടകം എന്ന് തീരുമെന്ന് അറിയില്ല. ഒരു കണ്ടന്റ് വേറൊന്നും കൊടുക്കാനില്ല, നല്ലൊരു ടാസ്കുകളിൽ ഒരു പാർട്ടിസിപ്പേഷനും കാണാനില്ല, വ്യക്തമായ നിലപാടുകളോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. ആകെ കാണുന്നത് എന്ന് പറയുന്നത് ആരെയെങ്കിലുമൊക്കെ പോയി ചൊറിഞ്ഞിട്ട് കിടന്ന് കരയുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കിടന്ന് കരയുക, അനാവശ്യമായിട്ടുള്ള വഴക്കുകളിൽ ഇടയിൽ തിരികെ കയറി ചെന്ന് എല്ലാവരും തന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വിക്ടിം കാർഡുകൾ, അല്ലെങ്കിൽ സെന്റിമെന്റൽ സിമ്പതി കാർഡുകൾ, കരച്ചിൽ നാടകങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അനുമോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതൊക്കെ എങ്ങനെയാണ് വെച്ച് പൊറപ്പിച്ചുകൊണ്ട് പോകുന്നത്? നിങ്ങൾ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കരച്ചിൽ നാടകങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എപ്പിസോഡുകൾ കാണുന്ന കുറച്ച് കട്ട് ചെയ്ത് കാണിക്കുന്ന പോർഷൻസ് മാത്രം കണ്ടു വിശ്വസിക്കാതെ അതെന്താണ് സംഭവം എന്നും കൂടെ മനസ്സിലാക്കിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പം രണ്ട് സൈഡിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞോട്ടെ. ഇതൊരു ബിഗ് ബോസ് ആണ്, റിയാലിറ്റി എന്റർടൈൻമെന്റ് ഗെയിം ഷോ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, ആർഗ്യുമെന്റ്സും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പോയി കരഞ്ഞുകൊണ്ട് പ്രേക്ഷക സിമ്പതി പിടിച്ചു പറ്റാനുള്ള ശ്രമമൊന്നും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അറ്റ്ലീസ്റ്റ് ഈ സീസണിലെങ്കിലും അതുപോലെയുള്ള കരച്ചിൽ നാടകങ്ങൾക്കും സിമ്പതി കാർഡുകളെയും നമ്മൾ എഴുതി തള്ളുക തന്നെ വേണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.